ഹലോ. അപ്പോൾ ഞാൻ ഓൾ ഇന്ത്യ ഇൻഡസ്ട്രിയൽ എക്സിബിഷനായ നുമായിഷിലോട്ടാണ് പോകുന്നത്. സോ ഇത് 85 ഇയേഴ്സായി. സോ എവറി ഇയർ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ഇന്ത്യയിൽ നിന്ന് ആൾക്കാർ വന്നിട്ട് ഓരോ സാധനങ്ങൾ വിൽക്കുകയാണ് ചെയ്യുക. സോ ഈ ഗ്രൗണ്ടിൻ്റെ എൻട്രി എന്ന് പറയുന്നത് 4 ഗേറ്റ്സ് ആണുള്ളത്. 4 ഗേറ്റ്സിൻ്റെ ഫ്രണ്ടിലും അവർ ഓരോ സാധനങ്ങൾ വെക്കാറുണ്ട്. നമ്മൾ അകത്തെ കാഴ്ചകളാണ് കാണാൻ പോകുന്നത്. അതുപോലെ ബെഡ്ഷീറ്റ്സ് 1000 രൂപയ്ക്ക് 3 ബെഡ്ഷീറ്റ്സ്, ചിലത് 2 പ്യുവർ കോട്ടൺ കിങ് സൈസ് ബെഡ്ഷീറ്റ്സ്, പിന്നെ എന്താ കൊറിയൻ നൈറ്റ് വെയർസ്, മെലമെൻ്റ് ക്രോക്കറി ഐറ്റംസ് വിച്ച് ഇസ് ലൈക്ക് 399 per kg. നമുക്കിതിൽ പ്ലേറ്റ്സ്, ബൗൾസ്, സെർവിങ് ബൗൾസ്, കപ്സ്, അങ്ങനെ കുറേ ഐറ്റംസ് നമുക്കിവിടെ കിട്ടും. ഈ മെലമെൻ്റ് പ്ലേറ്റ്സ് എന്ന് പറയുന്നത് ഹീറ്റ് റെസിസ്റ്റൻ്റ് ആണ്, പെട്ടെന്ന് പൊട്ടൂല. ഇതൊക്കെ ഫ്രിഡ്ജിലും ഒക്കെ വെക്കാവുന്നതാണ്. ഇഷ്ടം പോലെ ഡ്രസ്സുകൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ബോളിവുഡ് സൂട്ട്സ് ആയാലും, ചിക്കൻ കറി ഡ്രസ്സസ്, രാജസ്ഥാനി കുർത്താസ്, കാർപ്പറ്റ്സ്, ഇറാനിയൻ കാർപ്പറ്റ്സ് വരെ ഉണ്ട്. സോ ഓൾ റീസണബിൾ റേറ്റ്സ് തന്നെ നമുക്ക് നന്നായിട്ട് ബാർഗെയിൻ ചെയ്തെടുക്കാം. ചില സ്റ്റോൾസിൽ ഫിക്സ്ഡ് റേറ്റ് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്, അവിടെ ഒന്നും ബാർഗെയിൻ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ അല്ലാത്ത സ്റ്റോൾസിൽ നമുക്ക് കാർപ്പറ്റ്സും ബെഡ്ഷീറ്റ്സും ഒക്കെ നന്നായിട്ട് ബാർഗെയിൻ ചെയ്യാം. പിന്നെ നമുക്ക് ഇതുപോലെ കുറേ ജ്വല്ലറി സ്റ്റോൾസ് കാണാം. ഈ തൂക്കിയിട്ടിരിക്കുന്ന എല്ലാം വളകളും മാലകളുമാണ്. റീസണബിൾ റേറ്റ്സ് ആണ്. എല്ലാവരും ഡൽഹിയിൽ നിന്ന് വന്ന് വിൽക്കുന്നവരുണ്ട്, മുംബൈയിൽ നിന്ന് വന്ന് വിൽക്കുന്നവരുണ്ട്, ഹൈദരാബാദിൽ നിന്ന് തന്നെ വിൽക്കുന്നവരുണ്ട്. പിന്നെ അതാ കപ്സും ജാർസും സ്റ്റോറേജ് ബോക്സസും ഒക്കെ ഉണ്ട്. കുറേയൊക്കെ പുതിയ മോഡൽസും വന്നിട്ടുണ്ട്. ഇത് രാവിലെ 11 മണി തൊട്ട് രാത്രി 11 മണി വരെയാണോ ഇതിൻ്റെ ടൈമിങ്സ്. സോ എവ്രി ഇയർ ജാനുവരി 1 തൊട്ട് ഫെബ്രുവരി 15 വരെ ഇതുണ്ട്. പിന്നെ ഹൈദരാബാദിലെ വൺ ഓഫ് ദ ഫേമസ് കെഫെ നീലോഫർ ഉണ്ട്. ഇവിടെ ഇറാനി ചായയും ബൺമസ്കയാണ് ഫേമസ്. സോ നമ്മൾ അവിടെ നിന്ന് 2 ബൺമസ്കയും ചായയും ബിസ്ക്കറ്റ്സും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അനദർ ഫേമസ് ഫുഡ് സ്പോട്ട് എന്ന് പറയുന്നത് പിസ്ത ഹൗസ് ആണ്. പിസ്ത ഹൗസിൽ ബിരിയാണിയും ഹലീമാണ് ഫേമസ്. ഇവരിവിടെ ഹലീമാണ് വെച്ചേക്കുന്നത്. വെറും മട്ടൺ ഹലീം മാത്രമേ കിട്ടത്തുള്ളൂ. സോ റംസാനൊക്കെ അടുത്തത് കൊണ്ട് അവർ ഹലീം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ കിഡ്സ് പ്ലേ ഏരിയ, ഹോണ്ടഡ് ഹൗസ്, അങ്ങനത്തെ കുറേ ഗെയിംസൊക്കെ ഇവർ വെച്ചിട്ടുണ്ട്. പിന്നെ ലൈവായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്ന കുറച്ച് ഐറ്റംസ് ഉണ്ട്. അതിലൊന്നാണ് ബൊബട്ലു എന്ന് പറയും. അതായത് നമ്മുടെ നാട്ടിലെ ബോളിയുടെ വേറൊരു വേർഷനാണ്. പിന്നെ നമുക്ക് ചാട്ട് ഐറ്റംസ്, കെബാബ്സ്, നൂഡിൽസ്, മഞ്ചൂരിയ, ബജ്ജി, അങ്ങനത്തെ മോമോസ്, ഇങ്ങനത്തെ എല്ലാ ഐറ്റംസും അപ്പോൾ ഉണ്ടാക്കി വിൽക്കുന്നുണ്ട്. പിന്നെ കുറച്ച് സന്ധ്യ ആയപ്പോഴത്തേക്കും റഷ് പതിയെ കൂടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് വേറൊരു ഗെയിമിംഗ് സോണാണ്. ഇത് വിൽക്കാൻ വെച്ചേക്കുന്നതല്ല, ഇത് പ്രൈസസ് ആണ്. നമ്മളിതാ ഇതുപോലെ ബോൾ ആ ബക്കറ്റ്സിലോട്ട് എറിയുവാണെങ്കിൽ നമുക്ക് പ്രൈസ് കിട്ടും. നമുക്ക് ഇഷ്ടമുള്ള ഡോൾസ് ചൂസ് ചെയ്യാം. വളരെ റെയർ ആയിട്ടാണ് ആ ബോൾ അതിനകത്ത് വീഴുന്നത്. അതെന്തോ ബൗൺസിങ് ബോൾ പോലത്തെയാണ്. പിന്നെ ഞങ്ങൾ ഈ ട്രെയിനിൽ കയറി
സോ ഇത് എക്സിബിഷൻ ഗ്രൗണ്ട്സിൽ ഒരു റൗണ്ട് ചുറ്റുന്നതാണ്. സോ നമുക്ക് പോകുന്ന വഴിയിൽ എല്ലാം കണ്ടുകൊണ്ട് ഏതെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ ആ ഏരിയയിലോട്ട് പോവാം. സോ ഈ ട്രെയിനിന് കോസ്റ്റ് വരുന്നത് അറൗണ്ട് 40 റുപ്പീസ്. ആൻഡ് ഈ എക്സിബിഷൻ എൻട്രി ടിക്കറ്റ് ഉണ്ട്, ദറ്റ് പെർ പേഴ്സൺ 50 റുപ്പീസ് ആണ്. അതല്ലാതെ നമുക്കിനിയും വേറെ ഗെയിമിംഗ് റൈഡ്സ് ഉണ്ട്, ലൈക്ക് ജെയിൻറ്റ് വീൽ, കപ്പ് ആൻഡ് സോസർ, കൊളംബസ്, അങ്ങനെ കുറേ റൈഡ്സ് ഉണ്ട്. അത് ഈച്ച് പേഴ്സൺ 100 റുപ്പീസ്. ഇനി ഇവിടെ തന്നെ ബാങ്കും ATMസും അവൈലബിൾ ആണ്. ഇഷ്ടംപോലെ വെറൈറ്റീസ് ഓഫ് ബാഗ്സിൻ്റെ കളക്ഷൻസ് ഉണ്ടായിരുന്നു, ഡ്രസ്സസിൻ്റെ കളക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് തിരികെ വീട്ടിൽ പോയി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റ ബൈ ബൈ, സീ യു.